നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ MLA പണി പോയി. അക്കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നല്ല കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇനി പാലക്കാട് ആരായിരിക്കും മത്സരിക്കുക? നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഷാഫി പറമ്പിൽ പാലക്കാട്ടേക്ക് തിരിച്ചു വരുന്നു. അത് ഈ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾക്കെതിരെ ഉയരുന്നതിന് മുമ്പായിരുന്നു നമ്മൾ ഇത്ര ഒരു വീഡിയോ ചെയ്തത്. ഷാഫി പറമ്പിൽ വടകര MP സ്ഥാനം രാജിവെച്ച് പാലക്കാട്ടേക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തിരിച്ചു വരും എന്നുള്ള ഒരു സൂചന നമ്മൾ ഈ ഏതാണ്ട് ഒരാഴ്ച മുമ്പേ നൽകിയിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇതാ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ നീക്കണമെന്ന് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് പാലക്കാട് നിന്ന് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ചില കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉരുണ്ടുകൂടാൻ തുടങ്ങിയെന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ ഇനി പാലക്കാട് മത്സരിക്കരുതെന്ന് കോൺഗ്രസിലെ ചിലരൊക്കെ ചേർന്ന് തീരുമാനിച്ചു. കാരണം ഷാഫി പറമ്പിൽ തിരിച്ചു വന്ന് അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് വേണം. അവിടെ മത്സരിച്ച് അദ്ദേഹം ജയിച്ച് PD സതീശൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മന്ത്രിയാകാനുള്ള മന്ത്രിക്കുപ്പായം വരെ അദ്ദേഹം തുന്നിക്കഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിനും വഴി പിരിയുന്നു എന്നുള്ള വീഡിയോയിൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്നു. കാരണം അവർ തമ്മിൽ വഴി പിരിയാനുള്ള സാധ്യതകൾ ഏറെക്കുറെ അന്ന് തുടങ്ങിയിരുന്നു. കാരണം ഷാഫി വീണ്ടും മത്സരിക്കാൻ പാലക്കാട് സീറ്റ് ആവശ്യപ്പെട്ടുവെന്നും രാഹുൽ അതിന് സമ്മതം മൂടിയില്ല എന്നുമൊക്കെയുള്ള വർത്തമാനങ്ങൾ കോൺഗ്രസിനുള്ളിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അലയടിക്കുന്ന വാർത്തകളിൽ മനസ്സിലാക്കിയാണ് നമ്മൾ ഷാഫിയും രാഹുലും വഴി പിരിയുന്നു എന്നൊരു വീഡിയോ ചെയ്തത്. അതിനുശേഷമാണ് ഷാഫി പാലക്കാട്ടേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള വീഡിയോ ചെയ്തത്. ഇതെല്ലാം ഈ ആരോപണങ്ങൾ ഉയരുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പായിരുന്നു. അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ചില വലകൾ കോൺഗ്രസിനുള്ളിൽ നെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. കാരണം പാലക്കാട് നിന്ന് രാഹുലിനെ നീക്കുന്ന കാര്യത്തിൽ പലരും ഒറ്റക്കെട്ടായിരുന്നു. പരസ്പരം പോരടിക്കുന്ന പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്ന് നീക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നു. ഒരു വേള അദ്ദേഹത്തിന് ആറന്മുള സീറ്റ് കൊടുക്കാമെന്നുള്ള ധാരണ വരെ ഉണ്ടായിരുന്നു. പക്ഷേ പത്തനംതിട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ എതിർപ്പ് മൂലം ആ ഒരു സംസാരം തുടക്കത്തിൽ ഇല്ലാതായി. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പണി വന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാർട്ടിക്കുള്ളിലെ കരുത്തരായ ചിലർ രാഹുലിനെതിരെ കരുക്കൾ നീക്കിയാണ് ഇപ്പോൾ ഈ ആരോപണം ഉയർന്നു വരാൻ കാരണം ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനം ആരോപണം ഉന്നയിച്ച റിനി എന്ന് പറഞ്ഞ പെൺകുട്ടി അവർ കോൺഗ്രസ് നേതൃത്വവുമായും പ്രതിപക്ഷ നേതാവായൊക്കെ വളരെ അടുപ്പമുള്ളവരാണ്. വളരെ അടുപ്പമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അടുപ്പം അവർക്ക് നേതാക്കളായിട്ടുണ്ട്. അപ്പോൾ ഈ ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയരാൻ സാധ്യതയുള്ളപ്പോൾ ഇവരാരും അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. നേരത്തെ ചെയ്ത വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് രാഹുലിനെ പാലക്കാട് നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഊർജിതമായി വരുന്നു, ഷാഫി പറമ്പിൽ തിരിച്ചു വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ ചെയ്ത വീഡിയോകളിൽ 2 വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ഷാഫി പറമ്പിലിന് നിയമസഭയിലേക്ക് മത്സരിച്ചേ മതിയാകും. കാരണം വടകരയിൽ നിന്ന് പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷം ജയിച്ചു പോയെങ്കിലും അദ്ദേഹത്തിന് കാര്യമായി പെർഫോം ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. കാരണം കേരളത്തിൽ നിന്ന് ശശി തരൂരിനെ പോലെയുള്ള ചില അല്ലെങ്കിൽ ഹൈബി ഈഡനെയൊക്കെ പോലുള്ള ചില MP മാത്രമേ കാര്യമായിട്ട് പെർഫോം ചെയ്യുന്നുള്ളൂ. അതുപോലെ കൊല്ലം MP NK പ്രേമേന്ദ്രനെ പോലുള്ള ആളുകൾക്ക് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഈ പോയിരിക്കുക, തിരിച്ചു പോരുക, ഗോക വിളിക്കുക എന്നതിനപ്പുറം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാഫിക്ക് തിരിച്ച് പാലക്കാട് നിന്ന് മത്സരിച്ച് നിയമസഭയിൽ എത്തണമെന്നുള്ള ആഗ്രഹം മുളച്ചപ്പോൾ തന്നെ രാഹുലിന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായിരുന്നു എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും നമ്മളോട്, ഞാൻ ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പോലും രഹസ്യമായി പറഞ്ഞത്. അതുകൊണ്ട് വീണ്ടും ഉറപ്പിച്ച് പറയാം, രാഹുലിനെതിരെയുള്ള പണി വന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ്. കാരണം ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി ഒരു പക്ഷേ കോൺഗ്രസ് നേതാക്കളായിട്ട് വളരെ അടുപ്പമുള്ളവരാണ് അവർ തന്നെ പറയുന്നുണ്ട് VD സതീശനിക്ക് പ്രതിനിധിയാണെന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമായിരുന്നു ഇങ്ങനൊരു ആരോപണം രാഹുലിനെതിരെ ഉയർന്നു വരുമെന്ന് ഏറെക്കുറെ നേതാക്കൾക്ക് അറിയാമായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത തവണ മത്സരിക്കാൻ സീറ്റ് ഉണ്ടാകില്ല എന്ന് ഈ ആരോപണങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചില ആളുകൾ തീരുമാനിച്ചിരുന്നു. ചില ആളുകൾ അതിനുവേണ്ടി നീങ്ങിയിരുന്നു. അതിന്റെ അനന്തരഫലമാണോ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിവാദം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് മറുപടി പറയേണ്ടത്.